സ്ത്രീകൾ മത്സരിച്ചാലല്ലേ ബാക്കി പുറത്ത് നിൽക്കുന്ന സ്ത്രീകളുടെ അവസ്ഥയും കുറച്ചുകൂടി മെച്ചപ്പെടുകയുള്ളൂ. സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെല്ലാം മാറണമെങ്കിൽ ഭരണരംഗത്തും സ്ത്രീകൾ തന്നെ ഉണ്ടായിരിക്കണം. എല്ലായിടത്തും സ്ത്രീകളും ഇതേപോലെ വോട്ടിന് വേണ്ടി നിൽക്കേണ്ടതല്ലേ. ഇപ്പം ആണുങ്ങൾക്ക് മാത്രമായിട്ട് ഒരിടത്തും ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ സ്ത്രീകളും മുന്നേറി വരണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സ്ത്രീകൾ മത്സരിക്കണം, എല്ലാ രംഗത്തും സ്ത്രീകൾ വരെയും വേണം. നിയമപരമായിട്ട് അങ്ങനെ ഒരു 50% ഉള്ളപ്പോൾ അത് ആരുടെ ഔദാര്യമായിട്ട് കാണേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതിന് സത്യം പറഞ്ഞാൽ ആരുടെ വേണോ വേണ്ടേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരുന്നത് തന്നെ വലിയ കാര്യമില്ലാന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കാര്യം ഇപ്പോൾ 33% 50 വരെ എത്തിയില്ലേ. അപ്പോൾ അത് വലിയ നല്ല കാര്യമല്ലേ. ഒരുപാട് പല മേഖലകളിലും വരുമ്പോൾ അതിൻ്റെ ഏറ്റവും സ്റ്റിയറിംഗ് ബോർഡിലാണല്ലോ ആൾ വേണ്ടത്. സ്ത്രീകൾക്ക് മത്സരിക്കാം, എല്ലാ മേഖലയിലും സ്ത്രീകൾ പ്രവർത്തിക്കുന്നുണ്ടല്ലോ. അപ്പോൾ സ്ത്രീകൾക്ക് മത്സരിക്കാൻ. സ്ത്രീകൾ മത്സരിക്കണം, സ്ത്രീകളല്ലേ സ്ത്രീകൾക്ക് വേണ്ടി നിൽക്കുള്ളൂ. അപ്പോൾ സ്ത്രീകൾ തന്നെ മത്സരിക്കണം, സ്ത്രീകൾ തന്നെ വരണം. പല മേഖലയിലും പല വിദേശ രാജ്യങ്ങളെടുത്തും പല സ്ഥലങ്ങളും മുൻപിൽ സ്ത്രീകൾ പലയിടത്തും പ്രവർത്തിക്കുന്നുണ്ട്. സ്ത്രീകൾക്ക് അതിൻ്റെ കഴിവുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പം പണ്ടത്തെ പോലെ അല്ലല്ലോ. എല്ലാ സ്ത്രീകളും ഇപ്പം ജോലിക്ക് പോകുന്നവരുണ്ട്, വീട്ടിൽ അങ്ങനെ ആരും ഇരിക്കാറില്ല എന്നാണ് എൻ്റെ കാഴ്ചപ്പാടിൽ അങ്ങനെയാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. സ്ത്രീകൾ പുറത്തിറങ്ങിയാൽ തന്നെ മറ്റുള്ള കാര്യങ്ങൾ അന്വേഷിക്കാനും പിടിക്കാനും പറ്റും. നല്ലതാണ്, നല്ല കാര്യമാണ്. നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ ചെന്ന് നേരിട്ട് ചെന്ന് കാണുകയോ അല്ലെങ്കിൽ ഒരു പെണ്ണുങ്ങളുടെ അതിൻ്റെ താഴോട്ടുള്ളവരുടെ പറയുകയോ ചെയ്യാല്ല, നേരിട്ട് ആണുങ്ങളുടെ ചെന്ന് പറയണതിനേക്കാളും നല്ല കാര്യമാണ്. ഇല്ല അടിച്ചമർത്താൻ പാടില്ല.